തന്ത്രപരമായിരിക്കണം ഭസ്മപ്രയോഗം. കൃഷ്ണനുണ്ണിക്ക് ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ബാക്കിയുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നായിരിക്കും. പെട്ടെന്ന് എടുത്തോണ്ട് പോ. എന്തിനാ വെറുതെ സമയം കളയുന്ന? ഉണ്ണീട്ടാ, ആ കണ്ടത് നന്നായി. ഒന്ന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ഉടൻ തന്നെ വക്കീലിനെ കാണുന്നുണ്ട്. നോട്ടീസ് വരുമ്പോ ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ മനസ്സുണ്ടാവണം. ഉണ്ണിയേട്ടനോ? അങ്ങനല്ലല്ലോ, കൃഷ്ണനുണ്ണിന്നല്ലേ അന്ന് ഇവിടുന്ന് പോവാൻ നേരം സംബോധന ചെയ്തത്. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. എന്നെ കൈവിടരുത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ വിചാരിച്ചതുപോലെയല്ല ചെറിയ മാമൻ. സ്വാർത്ഥനാണ്, ദുഷ്ടനാണ്. അഭയം തന്നെങ്കിലും അവഗണനയോടെയാ ആ മനുഷ്യൻ എന്നെ കണ്ടത്. ശരിക്കും ഭക്ഷണം പോലും തന്നില്ല. ഭർത്താവിന്റെ വില, താലിയുടെ വില, അത് ഞാൻ തിരിച്ചറിഞ്ഞുണ്ണിയേട്ടാ. വെറുതെ കഴുത്തിലിട്ടാൽ അതൊരു തരി പൊന്നു മാത്രമാ, വെറും സ്വർണം. ഭർത്താവിന്റെ അംഗീകാരം ഉണ്ടെങ്കിലേ കെട്ടുതാലിക്ക് വിലയുള്ളൂ. അതണിയുന്ന പെണ്ണിനും വിലയുള്ളൂ. അതൊന്നും ഓർത്തില്ല ഞാൻ. അതേക്കുറിച്ചൊന്നും അറിഞ്ഞില്ല ഞാൻ. കാളയാർ മഠത്തിന്റെ പേരിൽ, ഇവിടുത്തെ സ്വത്തിന്റെ പേരിൽ ഒരുപാട് അഹങ്കരിച്ചു ഞാൻ. ലോകത്തിലെ ഏറ്റവും വലിയ മിടുക്കി ഞാനാണെന്ന് വിചാരിച്ചു. ഒന്നുമല്ല. ഭർത്തൃമതിയല്ലാത്ത ശിവകാമിക്ക് ഒരു വിലയില്ല. അതെനിക്ക് മനസ്സിലായി. ആയിക്കോട്ടെ, പറഞ്ഞത് അത്രയും കേട്ടു, സമ്മതിച്ചു. ഇനി തിരിച്ചു പോവാലോ, അല്ലേ? പരിഹസിക്കരുത് ഉണ്ണിയേട്ടാ. ഇനി ഞാൻ എവിടേക്കുമില്ല. അമ്പലത്തിലേക്കെന്നല്ലാതെ ഇനി ഈ വീട് വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. മതിയായി. ഉണ്ണീട്ടാ, എന്നെ ഉപേക്ഷിക്കരുത്. ഇനി എനിക്ക് പോകാനൊരിടമില്ല. അപ്പൊ ഇടമുണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നു. ഇല്ല, എല്ലാ തെറ്റുകളും മനസ്സിലാക്കി മാപ്പപേക്ഷയുമായി വന്നിരിക്കുക ഞാൻ. അടിച്ചിറക്കി വിട്ടാലും ഞാൻ ഇവിടുന്ന് പോവില്ല. ഇവിടെ കിടന്ന് മരിച്ചാലും വേണ്ടില്ല, ഞാൻ പോവില്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല, അമ്മ തീരുമാനിക്കട്ടെ. പിന്നെ തെറ്റുകൾ ചെയ്തായിട്ട് പറഞ്ഞല്ലോ, ആ ബോധം എന്നും ഉള്ളിലുണ്ടായാൽ നന്ന്. പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഗുണം നിനക്കാ. അകത്തേക്ക് പോ. ചെറിയമ്മാവൻ ജപിച്ചതെന്ന ഈ ഭസ്മ കൃഷ്ണനുണ്ണിക്കുള്ള ശിവകാമിയുടെ സമ്മാനം.
എന്താ? ദാഹിച്ചിട്ട് കയറി വന്നതാണേ. കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഉം. നിങ്ങളോട് ആരാ അകത്തേക്ക് വരാൻ പറഞ്ഞത്? തൊണ്ട വരണ്ട് കയറി വന്നതാണേ. ക്ഷമിച്ചേക്കണം. ദാ. നല്ല തണുപ്പ്. ആശ്വാസായി. ഒരു കാര്യം പറഞ്ഞാ ദേഷ്യം തോന്നരുത്. എന്താ? മുഖം കണ്ടിട്ട് മനസ്സ് ശാന്തമല്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിലുമാണ്. നിർത്ത. എന്റെ മുഖം നോക്കി ലക്ഷണം പറയുന്നോ? ബ്രഹ്മാവിനോട് ആയുസിനെ കുറിച്ച് സംസാരിക്കുക. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ലേ? മഹാമാന്ത്രികനായ കാളിയാടനാണ് മുന്നിൽ. പൊറുക്കണം. ലക്ഷണശാസ്ത്രം പഠിച്ചു പോയതാണ്. കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോവും. ആളും തരവൊക്കെ നോക്കി വേണം പറയാൻ. ഭൂതവും ഭാവിയും ഒരുപോലെ കാണാൻ കഴിയുന്ന ആളുടെ മുന്നിലാ നീ നിൽക്കുന്നത്. തൊട്ട് പിന്നിലുള്ള നിഴലിനെ പോലും ചിലപ്പോ കാണാൻ കഴിയാതെ പോകും. മനുഷ്യനല്ലേ? കൈനോട്ടക്കാരിയുടെ തന്ത്രം കൊള്ളാം. ഒരാളെ കിട്ടിയാൽ അയാളുടെ ദൗർബല്യം എന്താണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് വച്ച് ചൂഷണം ചെയ്യുക. ഇതേ നിങ്ങളുടെ വർഗത്തിന്റെ സ്ഥിരം സ്വഭാവമാണ്. ഭാഗ്യമുള്ള കൈയാണെന്ന് പറഞ്ഞാൽ ചിലരങ്ങ് വീണുകളയും. കഷ്ടകാലമാണെന്ന് പറഞ്ഞാലോ മറ്റുള്ളവരും വീഴും. മനുഷ്യന് മരണഭയമുള്ളതുകൊണ്ട് അതും കൂടി ചേർത്ത് ചില വാചകങ്ങൾ അങ്ങ് തട്ടിവിടും. പിന്നെ ചില പ്രവചനങ്ങൾ. ഭൂരിപക്ഷം മനുഷ്യരുടെ ഇടയിലും പൊതുവായ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, പ്രശ്നമുള്ളവനാണല്ലോ കൈനോട്ടക്കാരിയുടെ മുന്നിൽ കൈനീട്ടി കാണിക്കുന്നത്. വേഷം കാണുമ്പോഴേ നിനക്കൊക്കെ ഒരാളുടെ സാമ്പത്തിക ശേഷി കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാവും. എല്ലാം കൂടി അങ്ങ് ചേർത്ത് കുറച്ച് ഭാവി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തുടങ്ങും. അല്ല, പകുതിയും ശരിയാവുന്നത് സ്വാഭാവികം മാത്രം. എന്നിട്ട് പണം ചോദിച്ചു വരിക. വയറ്റിപ്പിഴപ്പല്ലേ സാറേ? ആ പിഴപ്പ് എന്നോട് വേണ്ട. നിനക്ക് ഹസ്തരേഖയല്ലേ അറിയുള്ളൂ? ശിരോരേഖ. അതായത് നിന്റെ തലയിലെഴുത്ത് തിരുത്തി കുറിക്കാൻ നിഷ്പ്രയാസം എനിക്ക് സാധിക്കും. മന്ത്രവിദ്യ കൊണ്ട് ഞാൻ വിചാരിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ നിന്നെ ഒരു ഉന്മാദിനിയാക്കി മാറ്റാം. എന്താ ഒരു ചിരി? അതിനു മുമ്പ് സാറിന് ഉന്മാദം പിടിപെട്ടാലോ? മന്ത്രവും പൂജയും ഒക്കെ ചെയ്യുന്നവർക്ക് ക്ഷമയുണ്ടാകുമെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ സാറൊരു മുൻകോപക്കാരനാ. മന്ത്രവിദ്യ എന്ന് വെച്ചാൽ ആയുധമല്ലേ? ആയുധം കയ്യിലുള്ളവർ ക്ഷമയില്ലെങ്കിൽ സൂക്ഷിക്കണം. അവരും അടുത്ത് നിൽക്കുന്നവരും സൂക്ഷിക്കണം. വെറും ഒരു കൈനോട്ടക്കാരിയുടെ വാക്കുകളല്ലല്ലോ ഇത്. എന്താ സാറേ ഒരാലോചന? സത്യം പറ, നീ ആരാ? പഠിപ്പും വിവരമില്ലാത്ത ഒരു കൈനോട്ടക്കാരി. അച്ഛൻ ചൊല്ലിത്തന്ന ശാസ്ത്രം മാത്രം അറിയാം. മൊത്തത്തിൽ ചില ദുർനിമിത്തങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. മതി. പുറത്തു നിന്നുള്ള പ്രവചനങ്ങളൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല. നിഴലിന്റെ കാര്യം നീ പറഞ്ഞല്ലോ. മുന്നിലും പിന്നിലുമുള്ള നിഴലിനെ കുറിച്ച് കാളിയാടന് നല്ല ബോധ്യമുണ്ട്. ഏത് നിഴലിനെ എപ്പ വെട്ടി വീഴ്ത്തണമെന്ന് അറിയുകയും ചെയ്യാം. നീ പോയി ഇന്നത്തെ അന്നത്തിനുള്ള വഴി നോക്ക്. ചെല്. ബുദ്ധി ഉറയ്ക്കാത്ത ചെറിയ കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് പോലും ചെവി കൊടുക്കണമെന്നാ ചൊല്ല്. നീ ആരാണെങ്കിലും എന്നെ ഒരു ചൊല്ലും പഠിപ്പിക്കണ്ട. കടന്നു പോകുന്നുണ്ടോ?
ഉപദേശവുമായി വന്നിരിക്കുന്നു. പോ. പൊയ്ക്കോളാം. തമിഴ്നാട്ടിൽ എവിടെയോ വെച്ച് നന്ദന് കാറപകടം പറ്റിയെന്ന്. നന്ദന്റെ കാറും ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു പോലും. വലിയ ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞത്. അയാൾക്ക് സീരിയസ് ആണ്. അതല്ല, മരിച്ചുവെന്നും സംശയമുണ്ടത്രേ. എന്തായാലും കേട്ടപ്പോ ഒരു സമാധാനം. അവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ. ശല്യമൊഴിഞ്ഞു എന്നുള്ളത് നേരാണ്. പക്ഷേ അതൊരു സമാധാനം തരുന്ന വാർത്തയല്ല മോളെ. അതെന്താ ചെറിയ മാവൻ അങ്ങനെ പറഞ്ഞത്? അപകടം അവനുള്ള ശിക്ഷയാണെങ്കിലോ? എന്താ, അങ്ങനെ ആയിക്കൂടെ? ചെറിയ മാവ, അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. മോളതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. നന്ദന്റെ ആയുസ് അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുക. പോയിട്ടെന്തായി മോനെ? ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാ പ്രയാസം. ആഹാ, ഉണ്ണീട്ടൻ വന്നോ? ചായ എടുക്കട്ടെ ഉണ്ണീട്ട? വേണ്ട. എന്നാ കാപ്പിയിടാം. ഇപ്പൊ എനിക്കൊന്നും വേണ്ട. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ അരിപ്പൊടി എടുത്തു വെച്ചു. വൈകിട്ട് ചായയുടെ ഒപ്പം ഇടിയപ്പം എടുക്കാം. ഉണ്ണീട്ടന് ഇടിയപ്പം വലിയ ഇഷ്ടമാണെന്ന് ഞാൻ അമ്മയെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്തായാലും ഞാൻ ചായ എടുക്കാം. മോനെ, പോയ കാര്യം പറഞ്ഞില്ലല്ലോ. ബാങ്കിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ ഞാനെന്ന് അവർക്കൊരു സംശയം. പുറമേ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സമീപനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ കയറി ഡോക്ടറെ കണ്ടിട്ടാണ് ഞാൻ പോയത്. അതിനെ അമ്മയോട് എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറിന്റെ വിവരങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞത്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ ബാങ്ക് മാനേജറുടെ എതിർപ്പ് മാറി. എന്നിട്ടും അവരുടെ ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളൊരു അയവ് കാണിച്ചത്. ചുരുക്കത്തിൽ പ്രശ്നങ്ങളൊക്കെ മാറിയോ? അതെ. ഇനി എപ്പോ വേണമെങ്കിലും എനിക്ക് എന്റെ അക്കൗണ്ടിലുള്ള പണം കൈകാര്യം ചെയ്യാം. എടുത്തു ചാടി ഇപ്പൊ ഒന്നും ചെയ്യണ്ട. സാവകാശം ആലോചിച്ചിട്ട് മതി എന്തും ചെയ്യുന്നത്. ഇത്രയും നാളും ആ പണം ബാങ്കിൽ കടന്നില്ലേ? പലിശ തന്നെ ഇപ്പൊ നല്ലൊരു തുകയായി കാണും. അത് അതുപോലെ തന്നെ അവിടെ കിടക്കട്ടെ. എന്തു വേണമെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാമല്ലോ. ബാങ്കിൽ ഇപ്പോഴിരിക്കുന്ന മാനേജർ അധിക നാളായിട്ടില്ല വന്നിട്ട്. പക്ഷേ അയാൾ പ്രധാനപ്പെട്ടൊരു വിവരം പറഞ്ഞു. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ അപകടകരമായൊരു കാര്യം അത്. എന്താ മോനെ? ഈ അടുത്ത സമയത്ത് ആരും എന്റെ അക്കൗണ്ടിനെ കുറിച്ചും പണം പിൻവലിക്കാനുള്ള വഴിയെക്കുറിച്ചും അന്വേഷിച്ചത്രേ. ബാങ്കുകാർക്ക് സംശയം തോന്നിയെന്ന് മനസ്സിലായിട്ടാവാം അവര് പിന്മാറുകയായിരുന്നു. ഫോണിലായിരുന്നു അന്വേഷണം. പിന്നീട് ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോൾ ആ നമ്പർ നിലവിലില്ലെന്നായിരുന്നു മറുപടി. എന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ബാങ്കുകാർക്ക് അറിവുണ്ടായിരുന്നത് ഭാഗ്യമായി. അതുപോലെ തന്നെ എന്റെ അവസ്ഥയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആരോ ആണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായി. ആ, ഞാനൊന്ന് കുളിക്കട്ടെ. തിരിച്ചു കിട്ടിയതേയുള്ളൂ. അതിനു മുമ്പേ ഡിറ്റക്റ്റീവ് പണി തുടങ്ങിയിരിക്കുന്നു.
കാളിയാടാ. ആരാ? കാളിയാടാ. കാളിയാടാ. വേണ്ട വേണ്ട, നീ എന്നെ പിന്തുടരണ്ട. നിന്നെ ഞാൻ കാളിയാടാ. വേണ്ട വേണ്ട, ദുരാത്മാവേ, എന്നോട് നിന്റെ കളി വേണ്ട. ഓ, പോകുന്നതാ നിനക്ക് നല്ലത്. വരണ്ട, നിനക്കെന്നെ അറിയാമല്ലോ, കാളിയാടനാണ് ഞാൻ. വേണ്ടെന്നാ പറഞ്ഞത്. പോ, പോകാനല്ലേ പറഞ്ഞത്. എന്താ എന്തു പറ്റി ഗുരുജി? കാളിയാടന് ദുസ്വപ്നം. എന്തോ ദുരൂഹതയുണ്ട്. നന്ദൻ അപകടം, ശിവകാമിക്ക് സ്വപ്നം. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അവളെ കുഴിച്ചുമൂടി സ്ഥലത്ത് ഒന്നുകൂടി പോയി നോക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും നിമിത്തങ്ങളുണ്ടായ സ്ഥിതിക്ക് ഇനി വൈകിക്കുന്നത് അപകടമാണ്. നാളെ തന്നെ പോകണം. എന്തിനാ അമ്മാവ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത്? എന്താണെന്ന് പറ. അപകടം വല്ലതും ഉണ്ടായോ? എന്താന്ന് വെച്ചാ പറ. ഞാൻ കാവില് പോയിരുന്നു. കാവിലോ? അവളെ ഭാഗ്യലക്ഷ്മി അടക്കിയ കാവില്. ആ കുഴിമാടത്തിനടുത്ത് ഞാൻ ചെന്നു. മണ്ണ് മാറ്റി നോക്കി. ആ ശരീരം അതന്നത്തെ പോലെ തന്നെ അതിനകത്തുണ്ട്. ഒരു ചുളിവ് പോലും ഏൽക്കാതെ, ഒരു മങ്ങല് പോലും പറ്റാതെ, നമ്മൾ കുഴിച്ചു മൂടിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതേപടി അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. ചെറിയമ്മാവ, കണ്ടാൽ ഭാഗ്യലക്ഷ്മി ഉറങ്ങിക്കിടക്കുകയാണെന്നേ തോന്നൂ. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അറിയണം, നോക്കണം. എനിക്ക് ഭയം തോന്നുന്നു ചെറിയമ്മാവ. ഇനി എന്ത് ചെയ്യും? അരുത്, ഭയം പാടില്ല. ആ ജഡം ഞാൻ ദഹിപ്പിക്കും. അറ്റകൈ പ്രയോഗമാണ്. കാളിയാടൻ അതും ചെയ്യും. അപ്പോ വീണ്ടും ആ കാവില് പോണോ? വേണ്ട. നിഴൽക്കുത്ത് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു കർമ്മം. ഇവിടെ ഈ മന്ത്രപ്പുരയിൽ ഞാനത് ചെയ്യുമ്പോൾ അവിടെ അവളുടെ മൃതശരീരം കത്തിച്ചാമ്പലാകും. അപൂർവങ്ങളിൽ അപൂർവമായ മന്ത്രവാദം. അവളുടെ ആത്മാവ് അത് തടയില്ലേ? ആ, പ്രതിവിധിയുണ്ട്. മോള് ഇതെന്റെ കയ്യിൽ കെട്ടിത്ത.
ഈ കുങ്കുമം ഇനി സദാസമയവും ശിവകാമിയുടെ നെറ്റിയിലുണ്ടാവണം. മന്ത്രവാദം കഴിയുന്നതുവരെ ജപിച്ചു കിട്ടിയ ഈ ചരട് എനിക്കും കുങ്കുമം മോൾക്കും രക്ഷാകവചമായിരിക്കും. ഞാൻ തന്ന ഭസ്മം കൃഷ്ണനുണ്ണിക്ക് കൊടുക്കുന്ന കാര്യം എന്തായി?